and becoming more. You are a leader. I am happy to invite Reverend Mother Shanti Anthony to deliver presidential address. Clap your hands. എല്ലാ വിദ്യാലയങ്ങളെയും സ്വന്തം വീടായി കാണുകയും എല്ലാ വിദ്യാർത്ഥികളെയും സ്വന്തം മക്കളായി കാണുകയും എല്ലാ അധ്യാപകരെയും സ്വന്തം സഹോദരന്മാരായി കാണുകയും ചെയ്യുന്ന, പ്രത്യേകമായിട്ട് ചെറുപുഷ്പം സ്കൂളിനെ സ്വന്തം സ്കൂളായി അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്വന്തമായി സ്നേഹിക്കുന്ന ഏറ്റവും സ്നേഹാധീനനായ ലാൽ സാർ തൻ്റെ ആത്മാവും ജീവനും മനസ്സും സർവസ്വവും സ്കൂളിന് വേണ്ടിയും സ്കൂളിലെ മക്കൾക്ക് വേണ്ടിയും സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി ആൻ്റണി, ഞങ്ങളുടെ ഏറ്റവും സ്നേഹാധീനനായ റെവറൻഡ് ഫാദർ ജോയ് മിസോൾനി, ഇവിടെ ആശംസാ പ്രസംഗത്തിനായി വന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ ശ്രീ ഷിബു റാവുത്ത്, റെവറൻഡ് സിസ്റ്റർ പ്രവീണ, സിസ്റ്റർ ശ്രീ കബീർ കുട്ടി സാർ, ശ്രീ മുഹമ്മദ് നിസാം എയർ സാർ, എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുമക്കളെ, സഹോദരന്മാരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ചെറുപുഷ്പം സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. 48 വർഷത്തെ ജൈത്രയാത്ര, 48 വർഷത്തെ പുറപ്പാട് യാത്രയുടെ ആ സമാപ്തിയിലെത്തിയിരിക്കുന്ന സമയത്ത് സ്കൂളിനെ നയിച്ച നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നതിനും ദൈവം നൽകിയ കുഞ്ഞുമക്കളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അധ്യാപകരുടെയും നല്ല ദിനം ആഘോഷിക്കുവാനും വേണ്ടി സ്കൂൾ വാർഷികം ഇന്ന് ഇവിടെ നടത്തുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. പ്രിൻസിപ്പലായ സിസ്റ്റർ ജ്യോതിക്കും പ്രിയപ്പെട്ട അധ്യാപകർക്കും കുഞ്ഞുമക്കൾക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സ്കൂളിനെ പറ്റിയുള്ള റിപ്പോർട്ട് നമ്മൾ കേട്ടു. വിജയങ്ങളുടെ ജൈത്രയാത്രയുടെ വിവരണം. വലിയ അഭിമാനം തോന്നിയായിരുന്നു ആ റിപ്പോർട്ട് കേട്ടപ്പോൾ. സ്കൂൾ ആരംഭിച്ച, പ്രവേശന ഉത്സവം ആരംഭിച്ച അന്നു മുതലേ ഈ ദിവസം വരെയും സ്കൂളിൽ നടത്തിയ ഓരോ നല്ല കാര്യങ്ങളും വളരെയേറെ നാടിനും വീടിനും സകലർക്കും ഉപകാരപ്രദമാകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. കുഞ്ഞുമക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സ്കൂൾ അധ്യാപകരും പ്രിൻസിപ്പളും സിസ്റ്റേഴ്സും നന്നായിട്ട് സഹകരിച്ചു എന്ന് മനസ്സിലാക്കിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സിസ്റ്റർ ജ്യോതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്കല്ല സിസ്റ്റർ മനസ്സ് തന്നിരിക്കുന്നത് ഞങ്ങൾ പലപ്പോഴും കളിയാക്കാറുണ്ട്. മുഴുവൻ സമയവും സ്കൂളിനെ പറ്റി മാത്രം, സ്കൂളിലെ കുഞ്ഞുങ്ങളെ പറ്റിയും അധ്യാപകരെയും സ്കൂളിലെ വിഷയങ്ങളും മാത്രമാണ് സിസ്റ്ററിൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത്. സ്കൂളിനെ സ്വന്തം വീടായിട്ട് കാണുന്നു. ഇവിടുത്തെ അനധ്യാപകരെ എല്ലാം സ്വന്തം സഹോദരന്മാരായിട്ട് കാണുന്നു. പ്രത്യേകമായി അധ്യാപക ദിനത്തിൽ എല്ലാവരെയും പൊന്നാട അണിയിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് എല്ലാവരുടെയും അവരുടെ നന്മകളെ പ്രകീർത്തിക്കാനായിട്ട് സിസ്റ്റർ ശ്രമിച്ചു. അതുപോലെ മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും അർപ്പിക്കാൻ തയ്യാറായ ഒരു പ്രിൻസിപ്പലാണ് സിസ്റ്റർ ജ്യോതി. ഏതെങ്കിലും തരത്തിൽ ശാരീരികമായി അസ്വസ്ഥയായിട്ട് കിടക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സിസ്റ്ററിനെ ഉണർത്താനുള്ള ഏക മാർഗം
കുഞ്ഞുങ്ങളുടെ ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ് കുഞ്ഞിന് ആർക്ക് സുഖമില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ എല്ലാം മറന്നുകൊണ്ട് സ്കൂളിലേക്ക് ഓടുകയാണ്. അത്രമാത്രം സ്കൂളിനോട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ജ്യോതി സിസ്റ്ററിനെ ഇന്ന് ദിവസത്തിൽ എല്ലാവരുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രകീർത്തിക്കുക ഉചിതമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഇവിടുത്തെ അധ്യാപകർ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ അധ്യാപകർ നിങ്ങൾക്കറിയാം, നിങ്ങൾ കിട്ടുന്ന ഇവിടെ കൊടുക്കുന്ന ഇവിടെ അടയ്ക്കുന്ന ഫീസിൻ്റെ മുഴുവൻ ശതമാനവും അധ്യാപകർക്ക് ശമ്പളമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഭയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സഭ പൂർണ്ണമായിട്ടും സിസ്റ്ററിനോടും സ്കൂളിൻ്റെ നടത്തിപ്പിനോടും അത് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിനുള്ള സമ്മതം കൊടുത്തിട്ടുണ്ട്. അധ്യാപകർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പലപ്പോഴും ജോലി കിട്ടിയിട്ട് പോലും പോകാതെ ഈ സ്ഥാപനത്തോട് കൂറ് കാണിച്ച് ഇവിടെ നിൽക്കുന്ന അധ്യാപകരുണ്ട്. ഒത്തിരി വളരെയേറെ ചിലർ 1-2 പേർക്കൊക്കെ ഉയർന്ന സ്ഥാനം പോലും കിട്ടുന്ന ജോലി കിട്ടിയിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ച് ഈ സ്ഥാപനത്തോടുള്ള സ്നേഹം, ഈ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, സ്വന്തം വീടെന്ന പോലെയുള്ള സ്നേഹം ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കുണ്ട്. ഞാനത് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ദൂരെ നിന്ന് വളരെയേറെ ആസ്വദിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സ്കൂളിൻ്റെ വിജയത്തിൻ്റെ മന്ത്രം. അതുപോലെ കുഞ്ഞുമക്കളോട് മാതാപിതാക്കൾ എന്തുമാത്രം പ്രതീക്ഷ ഈ അധ്യാപകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു, അതിൻ്റെ കഴിവിൻ്റെ അതിൻ്റെ 300% തന്നെയും കൊടുത്ത് മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മക്കളെ വളർത്താനായിട്ട് ഇവരങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്. മഹാസഭയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് നല്ലതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ നല്ല പ്രവൃത്തികൾ ഈ അവസരത്തിൽ ഞാൻ പ്രസിദ്ധമാക്കുന്നതിൽ വളരെയേറെ ചാരിതാർത്ഥ്യം ഞാൻ അനുഭവിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിലും ഞാൻ പലപ്പോഴും ഇവിടുത്തെ ഞങ്ങളുടെ ഇത് ഒരു കോൺവെൻ്റാണ്. ഒരിക്കൽ പോലും ഈ മക്കളിൽ നിന്ന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വളരെ നല്ല അച്ചടക്കത്തോടു കൂടി മാത്രമാണ് ഇവരിവിടെ പഠിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുന്നത്. നല്ല മാതൃക കാണിക്കാനായിട്ട്, നല്ല വിദ്യാർത്ഥികളുടെ നല്ല സ്വഭാവം കാണിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് അതിനെല്ലാം ഇവരോടൊപ്പം കൂടെ നിൽക്കുന്നതാണ് മാതാപിതാക്കൾക്ക് ഈ അവസരത്തിൽ എല്ലാവരുടെയും, ഇവിടുത്തെ അധ്യാപകരുടെയും ഇവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇവിടുത്തെ എല്ലാ കുഞ്ഞുമക്കളുടെയും നാമത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ഇപ്പോൾ നിറഞ്ഞ സ്നേഹത്തോടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് എല്ലാവരും ഇവിടെ ഒരുമയോടെ, സാഹോദര്യത്തോടെ, സമാധാനത്തോടെ കൂട്ടായി സ്നേഹത്തെ വളരാനായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട്, എല്ലാ പ്രാവശ്യത്തെ റിസൾട്ട് 100%. കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് പ്രത്യേകം എടുത്തു പറയുകയാണ്. എഴുതിയ 35 പേരിൽ 50%, അതിൽ 16 പേർക്കും ഫുൾ A+ കിട്ടി. അതോടൊപ്പം തന്നെ ബാക്കി ഒത്തിരിയും പിള്ളേർക്കും 9 സബ്ജക്ട്സിന് A+ കിട്ടി. എല്ലാവരും നല്ല വിജയത്തിലാണ് ഇറങ്ങിയത്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ കൊണ്ട് ഈ പരീക്ഷ ആകുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എല്ലാവരുടെയും പേര് തന്ന് ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങും സിസ്റ്റർ ജ്യോതി. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് ഇവർക്ക് നല്ല റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ സിസ്റ്ററിൻ്റെയും ഞങ്ങളുടെയും സന്തോഷം വളരെയാണ്. എല്ലാ വർഷവും ദൈവത്തിൻ്റെ കൃപയാൽ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സാധിച്ചു. അതിന് ഇവിടെയുള്ള സ്കൂളിലെ എല്ലാവർക്കും, എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും, അതുപോലെ സിസ്റ്റർ ജ്യോതിക്കും ജിൻസിക്കും മറ്റെല്ലാ സഹായികളായ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം കുറേ സബ്ജക്ട്സിന് മുഴുവൻ കുട്ടികൾക്കും A+ വാങ്ങിച്ചു. ഇപ്പോൾ വളരെ ഏറ്റവും ടഫായ മാത്സ്, അതുപോലെ ഫിസിക്സ്, അങ്ങനെ ടഫായ സബ്ജക്ട്സിനൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഫുൾ A+ വാങ്ങിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നിയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കൊന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനായിട്ട് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ സിസ്റ്റേഴ്സും
അവൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. മാതാപിതാക്കളും അങ്ങേയറ്റം ഈ നമ്മുടെ സിസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ അധ്യാപകരോട് അനധ്യാപകരോട് വളരെയേറെ സഹകരണത്തോടെ നിന്നാൽ നമുക്ക് ഈ സ്ഥാപനത്തെ വളരെ ഉയർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളിപ്പോൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. കുറേയും കൂടി സഹകരണം ഇതിൽ നിന്നും എല്ലാവരിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നേരത്തെ ഫുൾ A+ കിട്ടിയതിൽ നമ്മൾ സന്തോഷിച്ചു. അതെല്ലാം, പക്ഷേ അതിനേക്കാളുപരി നല്ല സ്വഭാവത്തിന് ഫുൾ A+ വാങ്ങിക്കുന്ന മക്കളായിരിക്കണം നമുക്ക്. ഏറ്റവും അത്യാവശ്യം നല്ല സ്വഭാവമുള്ള മക്കളാണ്. അല്ലാതെ നമ്മൾക്ക് കുറേ അങ്ങേയറ്റം PhD വരെയും പഠിച്ച് അല്ലെങ്കിൽ ഉയർന്ന ഉയർന്നവരെ എത്തിക്ക് നല്ല സ്വഭാവമില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ലാൽ സാറ് DD, അദ്ദേഹം എത്ര നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കത, സിംപ്ലിസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ചെറിയ നന്നായിട്ട് ആമുഖത്തിൽ പറഞ്ഞതുപോലെ വളരെയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആണ് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. നമ്മളുടെ ഇവിടുത്തെ പണ്ട് പ്രിൻസിപ്പളായ സിസ്റ്റർ മെർലിയുടെ കൂടെ സാർ പഠിച്ചിട്ടുണ്ട്. സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മാതൃകയാണ് ലാലു സാർ. അപ്പം അതുപോലെ നമ്മുടെ മക്കളും ഇതുപോലെ പഠിച്ച് ഉയർന്ന് നല്ല നിലയിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥരായി നാടിനും വീടിനും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ എല്ലാവർക്കും മാതൃകരായിട്ടുള്ള നല്ല മക്കളായി നമ്മുടെ മക്കൾ വളരണം. നല്ല ഫുൾ A+ വാങ്ങിക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും പരിശ്രമിക്കണം. എല്ലാവർക്കും ഈ നല്ല സമയത്ത് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രിൻസിപ്പളിനും മറ്റു സിസ്റ്റേഴ്സിനും കുഞ്ഞുമക്കൾക്കും 1000 ആശംസകൾ, 1000 നന്മകൾ നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ സ്നേഹമുള്ള, നന്മയുള്ള, അതോടൊപ്പം തന്നെ ആനന്ദം, സന്തോഷം, സമാധാനം ഇവയെല്ലാം നിറച്ച വ്യക്തികളായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. എല്ലാം ഉള്ള മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുത്ത് എല്ലാവർക്കും പ്രിയങ്കരായ നല്ല മക്കളായി നമ്മുടെ മക്കൾ തീരട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും മാതാപിതാക്കളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാർഷികത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഒരിക്കൽ കൂടി നേടുന്നു. നന്ദി. Thank you, Mother, for your good message. Lamp, a symbol of guidance. God's word is a lamp, a light that illuminates the darkness. We invite our honorable guests for lighting the lamp.